ഹലോ. അങ്ങനെ ബീച്ചിലെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാനാണ് വന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയത് ജെംസ് ഗാലറി കാണാനായിരുന്നു കേട്ടോ. ഇതെന്താ പറയുക, ഈ സയൻസിനെ കുറിച്ചും പിന്നെ ഇതിനെക്കുറിച്ച് അത്ര വശമില്ലാത്തതുകൊണ്ട് ചുമ്മാ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. എന്താ എങ്ങനെയാണെന്ന് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ആർക്കും അറിയില്ല. അവിടെ ജസ്റ്റ് ഒരു വണ്ടി പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ കയറി. ഇങ്ങനെ ഓരോരോ ചെറിയൊരു ട്രെയിൻ പോലെ. എന്നിട്ട് ഇങ്ങനെ ഓരോരോ സ്റ്റോപ്പിൽ ഇങ്ങനെ നിർത്തിയിട്ട് അവരിങ്ങനെ ഇതിങ്ങനെ വിഷ്വൽ ഇങ്ങനെ കാണിച്ചിരുന്നു നമുക്ക്. ഇതെന്തോ സ്റ്റോണ് എങ്ങനെ ഉണ്ടാകുന്നേന്നോ അങ്ങനെ എന്തോ കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. പക്ഷേ ഇവരുടെ ഓരോരോ എന്താ പറയുക ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ആ കലാരൂപമൊക്കെ കാണാൻ സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ബുദ്ധ ടെമ്പിൾ കാണാൻ വേണ്ടിയായിരുന്നു കേട്ടോ. ഇതാണ് അവിടുത്തെ ബുദ്ധ ടെമ്പിൾ, പട്ടായയിലെ ബുദ്ധ ടെമ്പിൾ. ബാങ്കോക്കും ഉണ്ട്, ഇത് പട്ടായയിലെ ബുദ്ധ ടെമ്പിളാണ്. ഇത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ കുട്ടി ട്രൗസറൊക്കെ ഇട്ടുകൊണ്ട് ചെന്നിട്ടായിരുന്നു. ഞാൻ കുട്ടി ട്രൗസർ ഇട്ട് അവിടെ കയറ്റില്ല, ഒന്നെങ്കിൽ പാൻറ്റ് അല്ലെങ്കിൽ ഫ്രോക്ക് അങ്ങനെ എന്തെങ്കിലും വേണം. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു മുണ്ട് വാങ്ങിച്ചു കൊടുത്തു. അവൾക്കത് വെച്ചിട്ട് നടക്കാൻ പറ്റുന്നില്ല, അതത് പൊക്കി പിടിച്ച് നടക്കണത്. അവരൊക്കെ ഓൾറെഡി അവൾ പാൻ്റ് ആയതുകൊണ്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കുമായിരുന്നു കുട്ടി ട്രൗസർ ഇട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ലാതെ വന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു മുണ്ട് തരും അവർ, അതിങ്ങനെ ഉടുത്തിട്ട് ഇങ്ങനെ കയറാം നമുക്ക്. ഇങ്ങനെ ചെറിയ സ്റ്റെപ്പ് കയറി നേരെ മുകളിലെത്താം. ഒരു വലിയൊരു ബുദ്ധ ടെമ്പിളുണ്ട്, ബുദ്ധയുടെ പ്രതിമയാണ് ആയിരിക്കണത്. എന്നിട്ട് ഇവിടെ എന്തൊക്കെയോ സാധനമുണ്ട്, ഈ അമ്പോ അങ്ങനത്തെ എന്തോ സാധനം എന്താണെന്നറിയില്ല. ഓരോരോ ചിലപ്പോൾ വിശ്വസ് പറഞ്ഞ് അങ്ങനെ കുത്തിവെക്കണതായിരിക്കും, അല്ലെങ്കിൽ നേർച്ചയായിരിക്കും. പിന്നെ ഇങ്ങനെ ചെറിയ ഓരോ രൂപങ്ങളുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. നിറയെ ആൾക്കാരുണ്ടായിരുന്നു, ഫോറിനേഴ്സായിട്ടും ഫുൾ തിരക്കായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങൊരു സൈഡിൽ ആൾക്കൂട്ടം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ. അവിടെ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു റൗണ്ട് സാധനത്തിൽ നമ്മളിങ്ങനെ ഒരു കോയിൻ വെച്ചിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് കോയിൻ നേരെ ഇങ്ങനെ നിൽക്കണം. ഇത് ഞാൻ വെച്ച കോയിനാണിത്. നമ്മളൊരു വിശ്വാസം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ കോയിൻ വെച്ച് നേരെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം നടക്കുമെന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു, അവളും ട്രൈ ചെയ്തു. പിന്നെ ഈ നിൽക്കുന്ന ഫോറിനേഴ്സ് എല്ലാവരും ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. എല്ലാവർക്കും എന്താ പറയുക, ഭയങ്കര ഒരു ഇതായിരുന്നത്. ആ വിശ്വാസം നടക്കുമോ നടക്കില്ലാതിരിക്കും, അത് ഓരോരുത്തരുടെ വിശ്വാസം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. ഇതൊരു വ്യൂ പോയിൻ്റാണ്. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ബീച്ചും കാണാം, സിറ്റി ഫുള്ള് കാണാം. നല്ല ഭംഗിയുണ്ട്, നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന ശേഷം റൂമിലേക്ക് പോകാമെന്ന് വെച്ചു. കാരണം ഇന്ന് വൈകിട്ട് ഷോ ഉണ്ട്, അൽക്കസാർ ഷോ. ഇനി